വിജയ് ബാബു എന്ന പ്രൊഡ്യൂസറോട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഇപ്പോൾ മുൻപിലിരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാവരും തന്നെ അല്ലെങ്കിൽ കാണുന്നവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ഈ അടികപ്പിയാരെ കൂട്ടമണിയുടെ അടുത്ത ഭാഗം എന്നാ വരുന്നത്. രണ്ട്, ആടിൻ്റെ പാർട്ട് 3 എന്ന ആടൊരു പാർട്ട് 10 വന്നാലും ആൾക്കാർ ഇഷ്ടപ്പെടും. ഒരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഇത് രണ്ടും വരും 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 എന്ന്. അതിൽ ആദ്യം വരാൻ കൂടുതൽ സാധ്യത അടികപ്പേരെ കൂട്ടമണിയാണ്. അത് ഓൾറെഡി ഒരു സ്റ്റോറിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അഹമ്മദ് കബീറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജൂൺ ഡയറക്റ്റ് ചെയ്ത അഹമ്മദ് കബീറാണ് ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്തു. അതിനി ധ്യാനും അജുവും ഇവരെല്ലാം കൂടെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം. അവരൊക്കെ കിട്ടണം. എനിക്ക് കിട്ടി, ഒരു വട്ടം കിട്ടി. അവർ കുറച്ച് സജഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീഡു ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഒത്തു കിട്ടിയാൽ നമ്മളത് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ആട് 3 വരുമ്പോൾ മിഥുൻ മാനുവൽ തോമസ് ഇപ്പോൾ ത്രില്ലർ മൂഡിലാണ്. മിഥുൻ മാനുവൽ തോമസിനെ കുറിച്ച് അത്ഭുതം തോന്നുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തുടർച്ചയായി ഇത്രയും കഥകൾ ഉണ്ടാക്കുന്നതെന്ന് അത്ഭുതം തോന്നി. മിഥുൻ്റെ മനസ്സിൽ ഒരുപാട് കഥകളുണ്ട്. ഇത് തീർന്നിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല. മിഥുൻ ഇസ് എക്സലന്റ്. മിഥുൻ സ്റ്റാർട്ടഡ് ആസ് എ റൈറ്റർ അല്ലേ. അപ്പം ഒരുപാട് കഥകൾ ഉള്ള ഒരു മനുഷ്യനാണ്. പിന്നെ പെട്ടെന്ന് എഴുതി തീർക്കുന്ന ആളാണ്. ഇപ്പം ആട് 3 എത്തുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് എഴുതി വെച്ചിട്ട് 2 വർഷത്തിന് മേലെയായി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും മിഥുൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചേട്ടാ എനിക്ക് കോമഡി വരുന്നില്ല, ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം ത്രില്ലർ മൂഡിലാണ്. അപ്പം ആ ത്രില്ലർ മൂഡ് കഴിഞ്ഞ് ഓസ്ലർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കുറച്ച് പടങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ത്രില്ലർ മൂഡിൽ നിന്ന് ഇറങ്ങി ഒന്ന് കോമഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരും. പിന്നെ ജയൻ കത്തലാരും കഴിയണം. അപ്പം കഴിവത് ഈ വർഷം തന്നെ അതിലൊരു തുടങ്ങാൻ ശ്രമിക്കും. ഈ ആട് ഞങ്ങളൊക്കെ ഇതിലുള്ള ആക്ടേഴ്സ് എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണേ. അത് ആരും തടിക്കാൻ പാടില്ല. അല്ല, ഒരു തടി കുറച്ച ചരിത്രമുള്ള മനുഷ്യൻ. അതെ. അപ്പം എല്ലാവരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. സൈജുണ്ട്, വിനായകനുണ്ട്, സണ്ണിയുണ്ട്, എത്രയോ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇനി പുതിയ കഥാപാത്രങ്ങൾ ആട് 3 വരാനുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്.